ഇതൊരു സോണിയുടെ ഒരു ടി വി ആണ്. സോണിയുടെ ഒരു സ്മാർട്ട് ടി വി ആണ്. 32W6100 എന്നാണ് ഇതിൻ്റെ നമ്പർ. ഇത് ഓണാകുന്നില്ല, ഡെഡാണ്. അതെ, കസ്റ്റമർ ഇട്ടിട്ട് പോകാമെന്ന് തോന്നുന്നു. 2022 സെറ്റാണ്, ഇപ്പോൾ 2025 അത് കംപ്ലൈൻ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അത് നന്നാക്കാൻ പോവാണ്. അതിൻ്റെ അഡാപ്റ്റർ നോക്കി കേട്ടോ. അഡാപ്റ്ററിന് യാതൊരു കംപ്ലൈൻറ്റും ഇല്ലേ, അഡാപ്റ്റർ ഓക്കെ ആണ്. അപ്പോൾ അത് അഴിക്കാൻ പോവാണ്. ഓക്കെ, ഇത് അഴിച്ചു വെച്ചു. ഇതിനൊരു പേട്ടാവളിയും പ്രശ്നം ഇതിനും ഉണ്ട്. ചെറിയൊരു ഒരു സ്ക്രൂവിനുണ്ട്. അതിപ്പോൾ പിന്നെ വലിയ വിഷയമില്ലാതെ അങ്ങോട്ട് കൈകാര്യം ചെയ്യാം. എല്ലാവരും തന്നെ ഈ വേട്ടാവളിയും പ്രശ്നം ഇല്ലാതെ ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഒരു ഇൻസുലേഷൻ ടൈപ്പ് വല്ലതും ഇതിൻ്റെ മണ്ടാക്കൂടി, ഈ ഹോളിൻ്റെ മണ്ടാക്കൂടി ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഒരിക്കലും ഒരു പ്രശ്നം വരികയില്ല. ഈ നടുക്കത്തെ 2 സ്ക്രൂ മാത്രം വ്യത്യാസമുണ്ട്. ആ 2 സ്ക്രൂവും ഒരു വാഷറുള്ള സൈസ് സ്ക്രൂ ആണ്. അത് സെപ്പറേറ്റ് നമ്മൾ നോട്ട് ചെയ്യണം. പിന്നെ ബാക്കി സ്ക്രൂകളൊക്കെ ഏകദേശം സൈഡിലുള്ളതെല്ലാം വാഷറുള്ള സ്ക്രൂകളാണ്. നടുക്കുള്ളതെല്ലാം വലിയ സ്ക്രൂകളാണ്. അപ്പോൾ നമുക്ക് അഴിച്ചേക്കാം. ഇതിൻ്റെ കാല് വലിച്ചെടുക്കണേ. കാല് വലിച്ചെടുത്ത് ഈ സോണി ടി വിയുടെ ഈ ബേസ് സ്റ്റാൻഡ് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, മെറ്റലാണ്. ഇപ്പം വരുന്ന ടി വികളുടെയൊക്കെ പ്ലാസ്റ്റിക് സ്റ്റാൻഡൊക്കെയാണ്. അതൊക്കെ ഒടിഞ്ഞു പോകാനും മറിഞ്ഞു പോകാനും ഒക്കെ എളുപ്പമുണ്ട്. ഇതിൻ്റെ സ്ക്രൂ ആണെങ്കിൽ തന്നെ ഇത് കണ്ടോ, എന്നാ സ്ട്രോങ്ങാണ്, നല്ല അടിപൊളി സ്ക്രൂ. അതിപ്പോൾ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡാണ് സോണി. കണ്ടോ അതിൻ്റെ കാലൊക്കെ കണ്ടോ, എന്നാ വെയിറ്റ്, നല്ല ലോക്ക് സ്റ്റിച്ച് സിസ്റ്റം ഒക്കെ ഉണ്ട്. സോണി എന്ത് സാധനം ഉണ്ടാക്കിയാലും അതിന് അതിൻ്റെതായ ക്വാളിറ്റിയും കാര്യങ്ങളും ഉണ്ട്. വേൾഡ് നമ്പർ 1 ആണ്. ആ കാര്യത്തിലൊന്നും സോണിയെ ആരും മാറ്റി നിർത്തിയാലും എന്നാ കുറ്റം പറഞ്ഞാലും. ഇതിൻ്റെ പുറത്തെ ഫിനിഷിങ് എന്നാ ഉപയോഗിച്ചിരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി അത് തന്നെ എന്തൊരു ഭയങ്കരമാണ്. നോക്കിയാൽ നല്ല ക്വാളിറ്റി ഉള്ള, നല്ല ഫിനിഷിംഗ് ഉള്ള, നമുക്ക് കണ്ടാൽ തന്നെ വാങ്ങിക്കാൻ തോന്നും. ഇത് എത്ര വർഷം കഴിഞ്ഞതാ, എന്നിട്ട് ഇപ്പം പുത്തം പോലെ തന്നെ ഇരിക്കുന്നു. വാറണ്ടി സീല് പോലും പൊട്ടിച്ചിട്ടില്ല. ഇപ്പോഴാണ് വാറണ്ടി സീൽ കഴിക്കുന്നതെന്ന്. വാൾ മൗണ്ട് വേണ്ടവർക്കാണെങ്കിൽ കമ്പനിയിൽ നിന്ന് ഫ്രീ ആയിട്ട് വന്ന് വാൾ മൗണ്ട്. മെറ്റലാണ്, ഇതിൻ്റെ അകത്ത് മെറ്റലാണ്. മെറ്റലിൻ്റെ പുറത്ത് ഭയങ്കര കട്ടിയുള്ള വേറൊരു ടൈപ്പ് പ്ലാസ്റ്റിക് കവർ ചെയ്തിരിക്കുക. കാണുമ്പോൾ പ്ലാസ്റ്റിക്കാന്ന് തോന്നിയാലും ഫുൾ മെറ്റലാണ് സാധനം. അത്ര ക്വാളിറ്റി സാധനമാണ് സോണി ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ബുഷൊക്കെ വെച്ച് ഇതൊക്കെ ബുഷൊക്കെ കണ്ടോ, നല്ലപോലെ എന്നാ സൂപ്പർ സാധനമൊന്നുണ്ട്. നമ്മുടെ ഗുജറാത്തിലുണ്ടാക്കുന്ന ടി വികളെ കുറ്റം പറയുമല്ല, അവർക്കും കുറച്ചുകൂടെ ഇങ്ങനെയുള്ള നല്ല സാധനമൊക്കെ വേണമെങ്കിൽ അവർക്കും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇന്ത്യക്കാർ കുറച്ചുകൂടെ ശ്രദ്ധിക്കാനുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വിട്ടിട്ട് ആൾക്കാരുടെ പൈസ മേടിക്കുന്ന ആ രീതിയൊക്കെ മാറ്റേണ്ട സമയമായി. നല്ല ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കണം. ചൈനയെ കുറ്റം വേണ്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ പ്രോഡക്റ്റ്സൊക്കെ വളരെ മോശമാണ്. ലോക്ക് സിസ്റ്റം തന്നെ ഒന്ന് കുത്തി രണ്ടാമത് വരുമ്പോൾ ലോക്കെല്ലാം ഒടിഞ്ഞു പോകും. ഇന്ത്യക്കാരുടെയാണ്, ഇന്ത്യയിലുണ്ടാക്കിയതാണ്. മറ്റേ പുറത്തുനിന്ന് വരുന്നതാണ്. ഇതുണ്ട്, ഇതൊരു പ്രത്യേക സ്ക്രൂ ആണ് ഇവിടുത്തെ. കണ്ടോ, ഇത് കഴിക്കണം. ഇത് ഈ ആരോമാർക്കുള്ള സ്ക്രൂ എല്ലാം അഴിക്കണം. അതൊരു പ്രത്യേക നോട്ട് ചെയ്യണം.
അത് പുറത്തേക്ക് തള്ളി വരാത്ത ടൈപ്പ് ഒരു പ്രത്യേക സ്ക്രൂ ആണ്. അത് HDMI കുത്തുന്ന ഭാഗത്തായതുകൊണ്ട് അത് തട്ടാതിരിക്കാൻ വേണ്ടി കമ്പനി അങ്ങനെ പ്രത്യേകം ചെയ്തേക്കുന്നു. 2 പെൻഡ്രൈവൊക്കെ ഉള്ള സെറ്റ്, 2 പെൻഡ്രൈവ്, 2 HDMI, ഹെഡ്ഫോണ്, എല്ലാ സാധനവും ഉണ്ട്. എല്ലാ സ്ക്രൂ എടുത്തോ. ആൻറ്റിന കുത്താം. ലോക്ക് സിസ്റ്റമാണ്. ഇതാണ് അതിൻ്റെ മദർ ബോർഡ്. മീഡിയാടെക്കിൻ്റെ മദർ ബോർഡ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. LED ആണെങ്കിലും ഒരു ലൈനാണ്. ഇത് 32 ഇഞ്ച് ആദ്യമായിട്ട് ഇന്ത്യയിൽ അസംബിൾ ചെയ്ത TV ആണ് 6200. ഫോക്സ്കോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഫോക്സ്കോൺ മെയ്ഡ് ഇൻ ഇന്ത്യയുടെ കവറാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ ബോർഡും പാനൽ ബോയിഡ്. വലിയ കുഴപ്പമില്ലാത്ത TV ആണ്, നല്ല ക്വാളിറ്റിയുള്ള, മറ്റുള്ളവരുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നല്ല TV ആണ്. KDL 32W6000 വരുന്നു എന്ന് പറഞ്ഞാൽ 2021 TV ആണ്. 2021 മോഡലായത്, 2022 21 ആണ്. ബോർഡ് സ്മാർട്ട് ബോർഡാണ്. ബോയുടെ പാനൽ. സ്പീക്കർ 8 ohms 12 വാട്ട്സ് ഉണ്ട്. സ്പീക്കർ 8 ohms 12 വാട്ട്സ് ഉള്ള നല്ല ഉഗ്രം സ്പീക്കറാണിത്. 8 ohm 12 വാട്ട് സ്പീക്കറൊക്കെ എന്താ സാധനമെല്ലാം നല്ല ക്വാളിറ്റിയാണ്. ഇത് ഇടി പിടിച്ചതാകാൻ ചാൻസ് ഉണ്ട്. ഇവർ 1-2 ആഴ്ച വീട്ടിലില്ലായിരുന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാണേലും മദർ ബോർഡ് ഇപ്പോൾ ഡെഡാണ്. മണം പിടിച്ച് നോക്കാം. ആ ചേട്ടൻ പറഞ്ഞ പോലെ എന്താണ് സംഭവിച്ചതെന്ന്. അഡാപ്റ്റർ ടൈപ്പാണ്, 19 വോൾട്ട്. റിമോട്ട് തരാം സോണയുടെ. പൊന്നോരക്ഷ ഡെഡാണ്, കംപ്ലൈൻറ്റ്. ഓണാകിയല്ല, നോട്ട് വർക്ക്. ഇടി പിടിച്ചതായിരിക്കും. അപ്പോൾ ഇനി നോക്കട്ടെ. മൾട്ടിമീറ്റർ എടുത്തു. ഇത് സോണിയുടെ 32 ഇഞ്ച് 2021 ഇറങ്ങിയ TV ആണ്. ഡെഡാണ്, ഒന്നും കിട്ടുന്നില്ല. ബോർഡൊക്കെ മീഡിയാടെക്കിൻ്റെ ബോർഡാണ്. പാനൽ ബോയുടെ പാനലാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ ലൈറ്റൊന്നും കത്തുന്നില്ല. സെറ്റ് ഫുൾ ഡെഡായിപ്പോയി. അപ്പോൾ ഞാനതൊന്ന് സർവീസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുകയാണ്. ബോർഡ് സർവീസ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കുകയാണ്. പുതിയ ബോർഡ് മാറി വെക്കാൻ ഈ പറയുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാം അറിയാമല്ലോ. പുതിയ ബോർഡ് മാറി വെക്കുന്നതിലല്ലല്ലോ. എങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുകയാണ്. ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്, അത് പോയിട്ടില്ല. ഇവിടെ ഒരു ഫ്യൂസ് ഉണ്ട്, അത് പോയിട്ടില്ല. അങ്ങനെ ഫ്യൂസുകളെല്ലാം നോക്കുക. സർവീസ് ചെയ്യുമ്പം മിണ്ടിയല്ല, ബുദ്ധിയാണ്, ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, സാറിൻ്റെ ബ്രെയിനിലാണ് പരിപാടി നടത്തുന്നത്. പഞ്ചേന്ദ്രിയം കൊണ്ട് ഇതിൻ്റെ
കംപ്ലൈൻറ്റ് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ സംസാരിക്കാൻ സാധിക്കാറില്ല. ഞാനീ സംസാരിക്കുന്ന പോലും സാറിന് അരോചകമാണ്. ബ്രെവിൻ്റെ കംപ്ലൈൻറ്റ് കണ്ടുപിടിക്കാനുള്ള സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോകും. അതൊക്കെ കിട്ടി കംപ്ലൈൻറ്റൊക്കെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ സാർ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരും. ആൾക്കാർ കറണ്ട് മാത്രം ഊരിയിട്ടിട്ടാണ് മിക്കവാറും പോകുന്നത്. നമുക്ക് ഡിഷോ കേബിളോ ഒക്കെ ഉണ്ടെങ്കിൽ അതും പൂർണ്ണമായിട്ട് ഡിസ്കണക്ട് ചെയ്യണം. HDMI കോഡ് വഴി ഇടിവെട്ടിയാണ് ശരിക്കും ഈ മദർ ബോർഡ് പോയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ HDMI കോഡ് ഊരിയിടണം, AV കോഡുണ്ട് AV കോഡ് ഊരിയിടണം, അതുപോലെ തന്നെ AC കോഡ് ഊരിയിടണം. വീട്ടിലെ എല്ലാ സാധനങ്ങളും പ്ലഗ് ചെയ്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ വീടടച്ചിട്ടിട്ട് ദിവസങ്ങൾ പോകാൻ പാടുള്ളൂ. അല്ലെ ഇങ്ങനെ ബോർഡ് കംപ്ലൈൻ്റ് ആവും. എൻ്റെ കംപ്ലൈൻറ്റ് കിട്ടി, കൈ പൊള്ളി. ഇത് ഉണ്ടായി ഈ മീഡിയ ടെക്കിൻ്റെ ഈ പ്രോസസ്സർ IC പൊള്ളുക, ചുട്ടു പൊള്ളുക. നമുക്കിങ്ങനെ പോലും ഒന്ന് തൊടാൻ പറ്റാത്ത, ഒരു സെക്കൻഡ് പോലും കൈ വെക്കാൻ പറ്റാത്ത പോലെ ചുട്ടു പൊള്ളുക. അപ്പോൾ IC കംപ്ലൈൻ്റ് ആയതാണ്, അതുകൊണ്ടാണത് പഴുക്കുന്നത്. അപ്പോൾ ഇടി പിടിച്ചതാണ്, അവരെ ഉപയോഗിക്കാതെ കുത്തിയിട്ട് വെച്ച് അവർ പോയതാണ്. എന്നാ ചൂടാ, ഇത് കൂടുതൽ നേരം വെച്ചാൽ ചിലപ്പോൾ അഡാപ്റ്ററൂടെ പോകും. അതുകൊണ്ട് ആ പരിപാടി നിർത്താം. അപ്പോൾ ഈ മീഡിയ ടെക്കിൻ്റെ ഈ ബോർഡ് നമുക്ക് ആവശ്യമാണ്. ഒരു ബോർഡുണ്ടെങ്കിൽ ഇനി പരിപാടി നടക്കുകയുള്ളൂ. ഇത് മെയ്ഡ് ഇൻ ചൈന, ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ. എന്തൊരു സൗകര്യം. അപ്പം മദർ ബോർഡ് പുതിയൊരെണ്ണം സംഘടിപ്പിക്കേണ്ടി വരും. റിപ്പയർ ചെയ്തെടുക്കാൻ പാടായിരിക്കും പ്രോസസ്സർ പോയതുകൊണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ തുടരുകയാണ്. അത് കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ കാണിക്കാം. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന ആൾക്കാർ TV ഊരിയിടണം, ഡിഷ് ഊരിയിടണം, എങ്കിൽ മാത്രമേ ഇങ്ങനെ പോകാതിരിക്കുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.